കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വോയിസിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഒരു വൃക്ഷത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഒരു പുഷ്പത്തിൽ നിന്ന് ഒരു ഇതൾ അടർന്നു വീഴുന്നത് പോലെ 2025 കാലയവനികയ്ക്കുള്ളിൽ മറയപ്പെടുവാൻ, ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ, ഓർമ്മയാകുവാൻ, തിരിശീലയ്ക്കകത്തേക്ക് മറയപ്പെടുവാൻ ഏതാനും ചില ദിനങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ ശേഷിക്കുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ ആശ്വാസവും നമ്മോട് കൂടിയിരുന്നല്ലോ. അത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ പ്രേക്ഷകരുമായി വിശുദ്ധ ബൈബിളിലെ ചില ചിന്തകൾ പങ്കുവെപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ സഹായിക്കുന്ന ദൈവം. 2025 നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ കഴിയട്ടെ, യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു. അപ്പോൾ സഹായിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2026 നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, യഹോവ ഈരേ എന്ന്, യഹോവ കരുതുന്ന ദൈവമാണെന്ന്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ടി കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരമായി ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിന്ത 2026 നോക്കിക്കൊണ്ട് നമുക്ക് പറയുവാൻ കഴിയണം, ദൈവം കരുതുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ യഹോവ ഈരേ എന്ന്, കരുതുന്ന ദൈവം. കരുതുന്ന ദൈവം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടി എന്ന് പേരിട്ടു. അപ്പോൾ യഹോവ നിസി എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ ജയത്തിൻ്റെ കൊടിയാണ്. അപ്പോൾ ദൈവം സഹായിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, ഓരോ ദിനങ്ങളിലും നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവം യഹോവ നിസിയാണ്. യഹോവ നിസി എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. സങ്കീർത്തനം 60 നമ്മൾ വായിക്കുന്നു, ദൈവമേ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നീ ദേശത്ത് നടുക്കി ഭിന്നിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിൻ്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. നീ നിന്റെ ജനത്തെ കാഠിന്യം അനുഭവിപ്പിച്ചു, പരിപ്പത്തിന് കുഞ്ഞുങ്ങളെ കുടിപ്പിച്ചുമിരിക്കുന്നു. സത്യം നിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കൊടി ഏതാണ്? ജയത്തിൻ്റെ കൊടിയാണ്. ആ കൊടി ജയത്തിൻ്റെ കൊടിയാണ്. അങ്ങനെയെങ്കിൽ 2026 ഓരോ ദിനങ്ങളിലും, ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജയത്തിൻ്റെ കൊടിയായി യഹോവ നിസിയായി നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കും.
ന്യായാധിപന്മാരുടെ പുസ്തകം 26-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 23-24 വാക്യങ്ങൾ. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ ശാലേം എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം യഹോവ സമാധാനമാണ്. അതിൻ്റെ അർത്ഥം യഹോവ സമാധാനമാണ്. 2026 സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടിയിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുവിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിശ്ചയമായും നമ്മെ അതിശയകരമായി ഈ ലോകത്ത് കർത്താവ് വഴി നടത്തും. അതുകൊണ്ട് 4-ാമത്തെ ചിന്ത, ദൈവം സമാധാനം. ശാലേ, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടിയിരിക്കും. കർത്താവിന് സ്തോത്രം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അടുത്തൊരു ചിന്താവിഷയം പറയുന്നു, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. ഈ പുതുവർഷത്തിൽ ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേലായി കൂടിയിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുന്നതക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ കൂടെ ഇമ്മാനുവേലായി കൂടിയിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചു. 1, യഹോവ എബനേസറായി. 2, യഹോവ ഈരയായി. 3, യഹോവ നിസിയായി. 4, യഹോവ ശാലേം സമാധാനമായി. 5, ഇമ്മാനുവേലായി, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന കാര്യം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, യഹോവയായ കർത്താവ് തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. യഹോവയായ കർത്താവ് തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുമാറാകട്ടെ. ആമേൻ. യഹോവയായ കർത്താവ് തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആകാശത്തിൻ്റെ വിശുദ്ധ വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധജലം കൊണ്ടും സൂര്യനിൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസ ചന്ദ്രൻ ഉളവാകുന്ന വിശിഷ്ട ഫലം കൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ 2026 നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുത്തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവന് വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യഹോവ എബനേസറായി, യഹോവ ഈരയായി,
യഹോവ നിസിയായി, യഹോവ ശാലേമായി, ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടിയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2026 നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. മേ ഗോഡ് ബ്ലെസ് യു.